നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ ഇവക്ക് പേരൊക്കെ കണ്ടുവച്ചിട്ടുണ്ടോ? അതിര് പേരൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. ആ ഞാൻ കരുതി ഇതിനോടകം നിങ്ങൾ പേരൊക്കെ കണ്ടുവച്ച് കാണുമെന്ന്. ഓ ഓ ഓ എന്താണ്? എന്തായാലും ഞാനൊരു ഉഗ്രം പേര് കണ്ടുവച്ചിട്ടുണ്ട്. പറയട്ടെ? വേണ്ട ചേച്ചി, മുകളിലാണെന്ന് തോന്നുന്നു. ഞാൻ വിളിക്കാം. അതുവരെ മോളൊന്ന് നോയിക്കോണേ ശിവേട്ട. അതിനെന്താ, ഞാൻ നോക്കിക്കോളാം. മോള് പോയിട്ടോ. ദേ അമ്മ ഇപ്പൊ വരാട്ടോ. അതുവരെ ശിവമാവനോടൊപ്പം ഇരിക്കണം. കരയാതെ നല്ല കുഞ്ഞായിരിക്കണം കേട്ടോ. എന്റെ മോളെ, മോളെ, നിന്റെ അച്ഛനെ മോളെ ഞാൻ. എന്റെ പൊന്നു മോള്, ഉമ്മ മോളെ, മക്കളെ, ഉമ്മ ഉമ്മ ചക്കരേ, ഉമ്മ ബാ ഇങ്ങോട്ട് വാന്ന് കഴിഞ്ഞിട്ട് മക്കള്. എന്റെ കുഞ്ഞുമ്മ, ഉമ്മ ഉമ്മ ഉമ്മ, എന്റെ ചക്കര ഉമ്മ. ശിവേട്ട, ഞാനത് നോക്കുമായിരുന്നു. സന്ദീപ് സാറിന്റെ അതേപോലെ വാർത്തു വെച്ചേക്കുമായിരുന്നു. ശിവേട്ടന്റെ മോള് സുഖമായിട്ടിരിക്കുന്നോ? അതെ, എന്റെ മോള് സുഖമായിട്ടിരിക്കുക, ഒരു കുറവില്ല, നന്നായിട്ടിരിക്കുന്നു. ഇന്ദു ചേച്ചിയുടെ അന്വേഷണം പറഞ്ഞേക്കണേ. പറയാം, ഉറപ്പായിട്ടും പറയാം. ശിവേട്ടാ, ഞാൻ വരാൻ പറഞ്ഞതേ കുഞ്ഞിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ടാ. ദാ വാങ്ങാനുള്ളതെല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്. മിക്കതും ജംഗ്ഷനിലെ ആ ബേബി ഷോപ്പിൽ കിട്ടും. ബാക്കി സാധനങ്ങളൊക്കെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയാൽ മതി. ശരി മോളെ, ഞാൻ ഉടനെ വാങ്ങി വരാം. നമുക്ക് കണ്ണെഴുതാം. നീ മോളെ ഇങ്ങത്താ, അവക്ക് ഞാൻ കണ്ണെഴുതി കൊടുക്കാം. ഓ ഓ ഓ ഓ ഇല്ല ഇല്ല ഇല്ല, കരയണ്ട വാവേ. ഓ എന്താണ്, എന്തിനാ കരയണേ? ഓ ഓ ഓ ഓ ഓ എന്താണ്? ഓ ഇല്ല ഇല്ല ഇല്ല. ഓ ഓ ഓ ഓ നീ ഇവക്ക് പേരൊക്കെ കണ്ടുവച്ചിട്ടുണ്ടോ? അതിര് ഓ ഓ പേരൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. ആ ഞാൻ കരുതി ഇതിനോടകം നിങ്ങൾ പേരൊക്കെ കണ്ടുവച്ച് കാണുമെന്ന്. ഓ ഓ ഓ എന്താണ്? എന്തായാലും ഞാനൊരു ഉഗ്രം പേര് കണ്ടുവച്ചിട്ടുണ്ട്. പറയട്ടെ? വേണ്ട. ഓ പറയുന്ന പോലെ പേരിടൽ ചടങ്ങുള്ളതല്ലേ, അന്ന് കാതില് പറഞ്ഞാ മതിയല്ലോ അല്ലേ? ഓ ചേച്ചി, ഇനി അതിനും കൂടി ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അച്ഛനും അമ്മയായ ഞങ്ങള് തന്നെ മോക്ക് പേരിട്ടോളാം. നല്ല അടിപൊളി പേരായിരിക്കണം. പിന്നെ വീട്ടിൽ വിളിക്കാൻ ഒരു കുഞ്ഞു പേരും. അങ്ങനെ 2 പേര് വേണം. ആ ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നു. 2 ദിവസം കഴിഞ്ഞാലേ കുഞ്ഞിന് വാക്സിൻ എടുക്കാൻ കൊണ്ടുവേണ്ടതാ. ആദ്യത്തെ വാക്സിനാ, ഒരു കാരണവശാലും മുടക്കാൻ പാടില്ല. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. നീ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാനുള്ള ഫയൽസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചോ? എടുത്തു വെച്ചോളാം. നീ കുഞ്ഞിന്റെ പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ അതിര്. ഓ ചേച്ചി തറയിൽ വെച്ചാലല്ലേ എനിക്കൊന്ന് ശ്രദ്ധിക്കാൻ പറ്റൂ. അത് നീ പ്രതീക്ഷിക്കണ്ട. ഞാൻ എന്റെ മോളെ തറയില്ലെന്നല്ല ഒരിടത്തും വെക്കില്ല. എന്റെ സുന്ദരി കുട്ടിയല്ലേ, അല്ലേ മോളെ? ചേച്ചി അവളെങ്ങി തന്നെ പാല് കൊടുക്കട്ടെ. നീ പാല് കൊടുത്ത് ഉറക്ക. അപ്പോഴേക്കും ഞാൻ മോളുടെ ഡ്രസ്സുകളൊക്കെ ഒന്ന് കഴുകിയിടാം. പോട്ടെ? ആ ഓ ഓ ഓ
നീ ധനുഷിനെ കാണാൻ പോയതിന് വഴക്ക് മുഴുവൻ കേട്ടത് എനിക്കാ. എന്റെ ശ്രദ്ധക്കുറവുകൊണ്ടാ നീ പോയതെന്നാ നന്ദേട്ടനും അച്ഛനൊക്കെ പറയുന്നേ. പിന്നെ ഈ കാര്യത്തിൽ ഞാൻ നിന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്തു. എനിക്കൊരിടത്ത് പോവാൻ എന്തിനാ ഒരാളുടെ സപ്പോർട്ട്? എന്നെ എന്താ ഇവിടെ എല്ലാരും കൂടെ ചേർന്ന് പൂട്ടിയിട്ടിരിക്കുവാണോ? എനിക്ക് എവിടെയെങ്കിലും പോണോങ്കില് എല്ലാവരുടെ അനുവാദം വാങ്ങിയിട്ട് മാത്രമേ പോവാൻ പാടുള്ളൂന്നുണ്ടോ? അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ മുൻപ്. ഇതിപ്പോ അർച്ചനായിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയതല്ലേ. എത്രയും പെട്ടെന്ന് നിന്നെ മറ്റൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് അർച്ചന അച്ഛനോട് പറയുന്നത് ഞാൻ കേട്ടതാ. ഉടനെ ഒരുത്തം വരും നിന്നെ പെണ്ണ് കാണാൻ. അതൊക്കെ ഇവിടെ ഉള്ളവരുടെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ. മറ്റൊരു വിവാഹം പോലും അതിന് സ്നേഹം മരിക്കണം. പിന്നെ നീ എന്ത് ചെയ്യാൻ പോന്നു? ഏട്ടത്തി കണ്ടോ ഇനി എന്താന്ന്? നീ ജയിലിൽ ചെന്ന് ധനുഷിനെ കണ്ടപ്പോ അവൻ എന്താ പറഞ്ഞത്? ജയിലിൽ നിന്ന് ഇറങ്ങിയ അവൻ നേരെ ഇങ്ങോട്ട് വരും എന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ. ഇവിടെ വന്ന് എല്ലാവരെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വീണ്ടും വിവാഹത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാന്നാ ധനുഷ് പറഞ്ഞു. അവന്റെ നിരപരാധിത്വം എല്ലാവരും തിരിച്ചറിയണം. അതുപോലെ അർച്ചനയുടെ നാടകവും. എന്നിട്ട് പഴയ പോലെ എല്ലാവരുടെ അനുഗ്രഹം വാങ്ങിയിട്ട് വേണം ഞങ്ങളുടെ വിവാഹം. അതിന് ഇവിടെ ആരെങ്കിലും സമ്മതിക്കോ? ധനുഷ് മറ്റൊരു മതസ്ഥനാണെന്നുള്ളത് മറന്നാ തന്നെ അവനൊരു അനാഥനല്ലേ. അങ്ങനെയുള്ളപ്പോ ഇവിടെ ഉള്ളവര് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അനാഥനായ എന്താ? അല്ലെങ്കിൽ തന്നെ ധനുഷ് എങ്ങനെ അനാഥനാവുന്നേ? അവന് ഞാനുണ്ടല്ലോ. ആരോരുമില്ലാത്ത ധനുഷിന് എല്ലാം എനിക്ക് പറ്റും. ആ വിശ്വാസം എനിക്കുള്ളിടത്തോളം കാലം ധനുഷ് അനാഥനാവില്ല. ഞാൻ വഴി എന്റെ വീട്ടുകാരും അച്ഛനും നന്ദേട്ടനും അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എനിക്കും ധനുഷിനും അവന്തികെടുത്തിയുണ്ടല്ലോ. അത് നടക്കില്ല. അർച്ചന ഇവിടെ ഉള്ളിടത്തോളം കാലം അവൾ അതിന് സമ്മതിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.